ഗുഡ് ഈവനിങ്. അരിത്മെറ്റിക് സീക്വൻസിൻ്റെ പ്രോബ്ലം നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അതിൻ്റെ പാർട്ട് 1 വീഡിയോ ഇട്ടിട്ടുണ്ട്. പാർട്ട് 2ലേക്ക് നമുക്ക് കടക്കാം. നമ്മുടെ ക്വസ്റ്റ്യൻ, 7th ടേം ഓഫ് ആൻ അരിത്മെറ്റിക് സീക്വൻസ് ഈസ് 17 ആൻഡ് 17th ടേം ഈസ് 7. ഓക്കെ, വാട്ട് ഈസ് ദ കോമൺ ഡിഫറൻസ്? അപ്പം 7th ടേം തന്നിട്ടുണ്ട്, 17th ടേമും തന്നിട്ടുണ്ട്. കോമൺ ഡിഫറൻസ് ആണ് കാണേണ്ടത്. അപ്പം ഞാനൊരു ഇക്വേഷൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഡി കണ്ടുപിടിക്കാനായിട്ട്. 2 ടേം ഉണ്ടെങ്കിൽ ഡിഫറൻസ് ഓഫ് ടേം ഡിവൈഡഡ് ബൈ ഡിഫറൻസ് ഓഫ് ദെയർ പൊസിഷൻ. അങ്ങനെ വരുവാണെങ്കിൽ എന്ത് വരും? 7 മൈനസ് 7th ടേം എന്ന് പറയുന്നത് എന്താണ്? 17 ആണ്. അപ്പം ടേം 17 മൈനസ് 7 ഡിവൈഡഡ് ബൈ 7 മൈനസ് 17 അല്ലേ? അതായത് എന്ത് വരും? അതായത് കോമൺ ഡിഫറൻസ് നമുക്ക് എന്ത് കിട്ടി? -1 എന്ന് കിട്ടി. ഡി കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ഡിഫറൻസ് ഓഫ് ടേംസ് ഡിവൈഡ് ബൈ ഡിഫറൻസ് ഓഫ് ദെയർ പൊസിഷൻ. 17 മൈനസ് 7 ഡിവൈഡ് ബൈ 7 മൈനസ് 17. അപ്പം 10 ബൈ -10 -1 വന്നു. അതായത് എ ക്വസ്റ്റ്യൻ്റെ ആൻസർ എന്ന് പറയുന്നത് -1. കോമൺ ഡിഫറൻസ് കണ്ടുപിടിച്ചു. ഓക്കെ, രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഫൈൻഡ് ഇറ്റ്സ് 24th ടേം. 24th ടേം കണ്ടുപിടിക്കാനാണ്. അപ്പോൾ 24th ടേം നമുക്ക് കണ്ടുപിടിക്കണമെങ്കിൽ 17th ടേമിൽ നിന്ന് കണ്ടുപിടിക്കണമെങ്കിൽ എന്ത് വരും? 17th ടേം പ്ലസ് 7d വരും. അതായത് 17ാമത്തെ ടേമിൽ നിന്ന് 24ാമത്തെ ടേം കണ്ടുപിടിക്കണമെങ്കിൽ 17ാമത്തെ ടേമിനോടുകൂടി എത്ര പ്രാവശ്യം കോമൺ ഡിഫറൻസ് ആഡ് ചെയ്യണം? 7 പ്രാവശ്യം കോമൺ ഡിഫറൻസ് ആഡ് ചെയ്യണം. അതാണ് 17th ടേം പ്ലസ് 7d നമ്മൾ എഴുതിയത്. അപ്പോൾ 17th ടേം നമുക്കറിയാം 7 ആണെന്നുള്ളത് അല്ലേ? പ്ലസ് 7 ഇൻറ്റു ഡി -1 കിട്ടി. അതായത് 7 മൈനസ് 7 0. അതായത് എന്ത് കിട്ടി? 24th ടൈം എന്ന് പറയുന്നത് 0 കിട്ടി. ഓക്കെ, ഇനി നമ്മുടെ സി ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ സം ഓഫ് ഇറ്റ്സ് ഫസ്റ്റ് 27th ടൈം? അതായത് ആദ്യത്തെ 47 ടേമിൻ്റെ സം കണ്ടുപിടിക്കാനാണ്. അപ്പോൾ നമുക്ക് സമ്മിനുള്ള ഇക്വേഷൻ അറിയാം, n/2 ഇൻറ്റു 2a പ്ലസ് n മൈനസ് 1 ഇൻറ്റു ഡി അല്ലേ? അപ്പോൾ നമ്മുടെ n എന്ന് പറയുന്നത് എന്താണ്? 47 അല്ലേ? ഡി എന്ന് പറയുന്നത് -1 ആണെന്ന് നമുക്കറിയാം. അത്രയും മാത്രമേ നമുക്ക് അറിയുള്ളൂ. അപ്പോൾ നമുക്ക് ഇതിലോട്ട് ഇക്വേഷനിൽ ഇട്ട് കൊടുക്കാം. n എന്ന് പറയുന്നത് 47 ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു 2a പ്ലസ് n മൈനസ് n എന്ന് പറയുന്നത് ഇവിടെ 47 -1 ഇൻറ്റു ഡി എന്ന് പറയുന്നത് -1. ഓക്കെ, അതായത് 47/2 ഇൻറ്റു നമുക്ക് 2a പ്ലസ് 46 ഡി എന്ന് തന്നെ ഇടാം. ഈ -1 ഡി എന്ന് തന്നെ ഇട്ടു. ഇനി നമുക്ക് ഇവിടെ നിന്ന് 2 കോമൺ എടുക്കാം. 47/2 കോമൺ എടുത്ത് 2 പുറത്തിട്ടു. ബാക്കി എന്ത് വരും അകത്ത്? a പ്ലസ് 23d വരും. 23d. ഓക്കെ, ഈ 2 ക്യാൻസലായി. 47 ഇൻറ്റു ബ്രാക്കറ്റ് എന്ത് വരും? അതായത് a പ്ലസ് 23d എന്നാണ് വന്നിരിക്കുന്നത്. ഈ a പ്ലസ് 23d എന്ന് പറഞ്ഞാൽ എന്താ? 24th ടേം അല്ലേ a പ്ലസ് 23d എന്ന് പറയുന്നത്? നമ്മൾ 24th ടേം ഇവിടെ കണ്ടുപിടിച്ചത് ഇങ്ങനെയാണ്. പക്ഷേ 24th ടേമിൻ്റെ ഓൾജിബ്രായിക് എക്സ്പ്രഷൻ a പ്ലസ് 23d എന്ന് വരും അല്ലേ? ഇക്വേഷൻ ഇട്ട് ചെയ്യുവാണെങ്കിൽ അതെന്ന് പറയുന്നത് നമുക്ക് എന്ത് കിട്ടി? 0 കിട്ടി. അതായത് 47 ഇൻറ്റു ഇത് 0 കിട്ടിയോണ്ട് എന്ത് വന്നു? സമ്മ് 0. ഇത് മനസ്സിലായോ? അതായത് നമ്മുടെ 24th ടേം കണ്ടുപിടിക്കണം. ഇക്വേഷൻ ഇട്ട് a പ്ലസ് n മൈനസ് 1 ഇൻറ്റു ഡി എന്നുള്ള ഇക്വേഷൻ ഉപയോഗിച്ച് കണ്ടുപിടിക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? a പ്ലസ് 23d എന്ന് അതിൽ നിന്ന് കിട്ടും. ആ a പ്ലസ് 23d എന്ന് പറയുന്നത് 0 നമുക്ക് 24th ടൈം 0 എന്ന് കിട്ടിയിട്ടുണ്ട്. ആ 0 ഇവിടെ അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് സം എന്ത് കിട്ടി? 0 എന്ന് കിട്ടി. അതായത് 27th ടൈം, അതായത് 47 ടൈമിൻ്റെ സം എന്ന് പറയുന്നത് നമുക്ക് എന്ത് കിട്ടി?
നമുക്ക് 0 എന്ന് കിട്ടി. മനസ്സിലായോ? ഓക്കെ. ഇനി നമുക്ക് ഡി ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് ഈസ് ദ സം ഓഫ് ഇറ്റ്സ് ഫസ്റ്റ് 48 ടേംസ്? 48 ടേംസ്, 48 ടേംസിൻ്റെ സം കണ്ടുപിടിക്കാനാണ് നമ്മുടെ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. നോക്കിക്കേ, ആദ്യത്തെ 47 ടേമിൻ്റെ സം എന്ന് പറയുന്നത് എന്ത് കിട്ടി നമുക്ക്? 0 ആണ്. അപ്പം 48 ടേംസിൻ്റെ എന്ന് പറഞ്ഞാൽ, അതായത് ആ 48th ടേം എന്ന് പറയുന്നത് എന്താണ്? അതും കൂടി ഇതിനകത്തോട്ട് ആഡ് ചെയ്താൽ പോരെ. ആദ്യത്തെ 47 ടേം വരെയുള്ളത് 0 ആണെന്ന് നമുക്ക് ഓൾറെഡി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് 48ാമത്തെ ടേം കണ്ടുപിടിച്ചാൽ അതായിരിക്കുമല്ലോ ആദ്യത്തെ 48 ടേമിൻ്റെ സമ്മ് എന്ന് പറയുന്നത്. 48th ടേം കണ്ടുപിടിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? നമുക്ക് ആകെ അറിയാവുന്നത് 17th ടേമാണ് അല്ലേ? അപ്പോൾ 17th ടേം പ്ലസ് 31D ചെയ്താൽ മതി അല്ലേ? 17ാമത്തെ ടേമിനോട് 31 പ്രാവശ്യം കോമൺ ഡിഫറൻസ് ആഡ് ചെയ്യുമ്പം കിട്ടുന്നതാണ് 48ാമത്തെ ടേം അല്ലേ? അപ്പോൾ 17th ടേം നമുക്കറിയാം എന്ത്? 7 പ്ലസ് 31 ഇൻറ്റു D മൈനസ് 1. 7 പ്ലസ് മൈനസ് 31 ഇതെന്ത് വരും? -24. അതായത് 48ാമത്തെ ടൈം നമുക്ക് എന്ത് കിട്ടി? -24 എന്ന് കിട്ടി. അതിൻ്റെ അർത്ഥം എന്താണ്? ആദ്യത്തെ 48 ടേമിൻ്റെ സം എന്ന് പറയുന്നത് എന്ത് തന്നെയായിരിക്കും? ഇത് തന്നെയായിരിക്കും. കാര്യം 47 ടൈമിൻ്റെ സം എന്ന് പറയുന്നത് 0യാണ്. ആ 0യുടെ കൂടെ 48ാമത്തെ ടൈം കൂടെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നതാണ് 48 ടൈമുകളുടെ സം. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഓക്കെ. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഫൈൻഡ് ദ സം ഓഫ് ഓൾ 3 ഡിജിറ്റ് നമ്പേഴ്സ് വിച്ച് ആർ മൾട്ടിപ്പിൾ ഓഫ് 9. അതായത് ആദ്യത്തെ 3 ഡിജിറ്റ് 9ൻ്റെ 3 ഡിജിറ്റ് മൾട്ടിപ്പിൾസ് അതിൻ്റെ സം എന്ന് പറയുന്നത്. അപ്പം 3 ഡിജിറ്റ് നമ്പർ ആദ്യം തുടങ്ങുന്നത് ഏതാ? 100 ആണ് അല്ലേ? 100ൽ തുടങ്ങി 999ൽ തീരും. അപ്പോൾ ഇവിടെ എന്ന് പറയുന്നത് 9ൻ്റെ മൾട്ടിപ്പിൾസാണ്. 100 എന്ന് പറയുന്നത് 9ൻ്റെ മൾട്ടിപ്പിളാണോ? ആദ്യത്തെ 3 ഡിജിറ്റ് 9ൻ്റെ മൾട്ടിപ്പിൾ ഏതാണ്? 108 ആണ് അല്ലേ? അടുത്തത് 117. ലാസ്റ്റത്തെ ഏതാ? 999. ഇത് വരും സീക്വൻസ്. ഈ സീക്വൻസിൻ്റെ സമ്മാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പം സം കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് എത്ര ടേംസ് ഉണ്ടെന്നറിയണം. അതാദ്യം കണ്ടുപിടിക്കാം. ഓക്കെ, നമ്മൾ ടേംസ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ a+n-1 ഇൻറ്റു ഡി. an എന്ന് പറയുന്നത് ലാസ്റ്റ് ടേമാണ്, അത് നമുക്കറിയാം. ഈക്വൽ ടു a എന്ന് പറയുന്നത് 108. ഇതിപ്പോൾ ലാസ്റ്റ് ഇവിടെ ഇങ്ങനെ എഴുതിയിട്ടാൽ വളരെ ഉപകാരമായിരിക്കും. അങ്ങനെ എഴുതിയിടണം ശരിക്കും. 999 d എന്ന് പറയുന്നത് 9. അപ്പം പ്ലസ് n-1 ഇൻറ്റു 9. ഓക്കെ, ഇനി ഇത് ചെയ്യുമ്പോൾ 9 വരും. ഇത് മൈനസ് ചെയ്യുമ്പം 99 പ്ലസ് 9n. അപ്പോൾ ഈ 9n മാത്രം അവിടെ നിർത്തി ഈ 99 ഇപ്പുറത്ത് പോകുമ്പം n ഈക്വൽ ടു 100 ഡിവൈഡഡ് ബൈ 900. ഓക്കെ, അതായത് 900 ഡിവൈഡ് ബൈ 9 ചെയ്യുമ്പം n ഈക്വൽ ടു 100 കിട്ടും. ഇനി നമ്മുടെ സം എന്ന് പറയുന്നത് n/2 ഇൻറ്റു ഫസ്റ്റ് ടേം പ്ലസ് ലാസ്റ്റ് ടേം. n/2 നമുക്കറിയാം 100/2 ഫസ്റ്റ് ടേം പ്ലസ് ലാസ്റ്റ് ടേമോ. ഓക്കെ, ഈക്വൽ ടു 50 ഇൻറ്റു ഇത് തമ്മിൽ ആഡ് ചെയ്യുക. ഇത് തമ്മിൽ ആഡ് ചെയ്യുമ്പോൾ എന്ത് വരും? അല്ലേ? അപ്പോൾ ഇനി 50ഉം 1107 അത് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യാം. മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 55350. ഇതാണ് നമ്മളുടെ ആൻസർ. അപ്പം ഫൈൻഡ് ദ സം ഓഫ്
ഓൾ 3-digit numbers which are multiple of 9. 9ൻ്റെ മൾട്ടിപ്പിൾസിൻ്റെ 3-digit മൾട്ടിപ്പിൾസിൻ്റെ സം കണ്ടുപിടിക്കാനാണ്. അത് നമ്മൾ n കണ്ടുപിടിച്ചു, പിന്നെ സം കണ്ടുപിടിച്ചു. ഇത് നമുക്ക് ഈ അരിത്മെറ്റിക് സീക്വൻസ് നമ്മളൊരു ഇക്വേഷൻ എഴുതുമ്പം അതിനകത്ത് വരുന്ന സാധനങ്ങൾ ഇങ്ങനെ സൈഡിൽ എഴുതിയിടുക. അതൊരു നമുക്ക് കണക്ക് ചെയ്യുമ്പോഴും എളുപ്പമാണ്, അതിനൊക്കെ പ്രത്യേക അരമാർക്ക് വീതം ഉള്ളതുമാണ് ഇങ്ങനെ എഴുതിയിടുന്നതിന് വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഒരു ക്വസ്റ്റ്യൻ ചെയ്തു, ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഓക്കെ.